ഞാൻ പോയിട്ടൊക്കെ വരാം. പോവാ നിക്ക. വാസ്കോ, ഞാൻ എന്തായി കാണണേ? അറിഞ്ഞൂടെ? ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം നമ്മുടെ ഇന്റർവ്യൂ എടുക്കാൻ കുറച്ച് വൈകി പോയി. രാവിലെ നമ്മുടെ ഇക്ക തിരുപ്പൂര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് അത് കേട്ടോ ഗൈസ്. അപ്പം രാവിലെ ആയി. ബൈ അല്ലല്ലോ എന്താ ആണല്ലേ? കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ചാർലി ബ്രോ തുണികളൊക്കെ വന്നു. എല്ലാരും ഉണ്ട് ഗൈസ്. നമുക്ക് ലഘുവായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം അല്ലേ ഭാസ്കോ? ശരിയാ, ഞാനും പറയാനത് വേണ്ടായിരുന്നു. കൊമ്പാച്ചും മാഗി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ മാഗി കഴിച്ച് പോയി കിടന്ന് ഉറങ്ങി. ഇല്ല 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 ഇല്ല, എനിക്ക് പറഞ്ഞില്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അല്ല ഞങ്ങള് അതെ അതെ ഇപ്പൊ കറങ്ങിയാനെ. ഇത് ചായ കുടിക്കാൻ പോലും ഇല്ലേ ഭാസ്കോ? എത്ര മണിയായി? ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ടൊക്കെ വരാം. പോവാ നിക്ക. വെയിലട കണ്ണടിച്ചു. 46 ഡിഗ്രി ചൂടാ. കൈസ് ഇക്ക തിരുപ്പൂര് പോവാന്ന് അല്ലേ ഇക്ക? അതേ നീ മനുഷ്യ ഇക്ക തിരുപ്പൂര് പോണെന്ന് കൊമ്മനെ കൊണ്ടുവന്ന് വിചാരിച്ചു. പാഴായ സമയം എത്രയാടാ? എത്ര മണി? ഇപ്പൊ എത്ര മണി? 11. മോനെ ക്യാമറ തിരി. എത്ര മണിയായി? 11:05 ഇക്ക ഇപ്പൊ പറഞ്ഞു. അതെ ആണല്ലേ? എത്ര മണിക്ക് എണീക്കുന്നുണ്ട്? ജാവിച്ചേട്ടനെ പോയി പല്ലേപ്പിച്ച് കുളിപ്പിയുടെ. ജാവിച്ചൊന്നും എണീറ്റില്ലേ കൈസ്? ഇവിടുത്തെ ഏറ്റവും വലിയ പണിക്കാരൻ. എന്തായാലും ഞാൻ ഇനി അവിടെ പോയി ജാവിച്ചല്ലേ വിളിച്ചാണല്ലോ. എണീറ്റോ? ജാവിച്ചൻ എണീറ്റിട്ടുണ്ടായിരുന്നല്ലേ? വിളിച്ചു ആണല്ലേ? ഓക്കെ, എന്നെ ഞാൻ താഴത്തേക്ക് പോവാ. വിംബ്രോ ഹായ്. ബോക്സിംഗ് ഒന്നും ഇല്ലേ? കോയമ്പത്തൂർ വഴി എന്ത് ചെയ്യും? അതല്ലേ ചോദിക്കട്ടെ. ഭയങ്കര ക്ലോസ്. സത്യ ഡോമേണ്ട പെട്ടിയും കൊടുക്കുകയൊക്കെ എടുത്ത് ഡോമായിരുന്നു. മിക്കയും കോയമ്പത്തൂരേക്ക് പോകുന്നു. പാവം ഇവിടുന്ന് പോവുകയാണോ? മിസ് ചെയ്യാ ഞങ്ങളെ. തിരിച്ചു വരുമോ? ഞങ്ങള് പോയാ വരും. എന്താടാ ഇറങ്ങി പോണോ? ഇവിടെ ഒരു ആത്മാവ് ഇരിപ്പുണ്ട്. ആത്മാവ് ഇവിടെ ഉണ്ടോ? ആര്? സുഖാണോ? അല്ല, കസാര ഇരുന്നിട്ട് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആണല്ലേ? ആവി എന്താ പരിപാടി? വെറുതെ രണ്ട് നെക്ക് നിക്ക, കസാര ഇരിക്കുക, ചായ കുടിക്കുക, തിന്നുക, ഉറങ്ങുക. ഓ സുഖം സുന്ദരം. ആഹാ, ഇതാണ് ഇവിടുത്തെ ഓരോ കളികള്. രാഹുൽ ചേട്ടൻ ചന്ദ്രടിയല്ലേ? പിന്നെ എന്തായാലും നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ടെക്സ്റ്റ് ഒക്കെ ആയിട്ട് കാണാം. സ്നേഹം എന്തേ പൊതിഞ്ഞു കൊടുക്കുന്നു. എവിടെ ഇതെന്തിനും ഇതിനും മാത്രം അച്ചാർ മാത്രമായിട്ട് കൊടുക്കുന്നത്? ഇന്നാണെന്തെങ്കിലും അപ്പോ എന്തെങ്കിലും കൊടുത്തൂടെ? കുഴലപ്പോ ആണല്ലേ? ഇത് അച്ചാർ നിന്ന് മരിക്കുന്നു. അത് മാത്രം മീനച്ചാറാണോ? ആണല്ലേ? അങ്ങനെ ഇക്കയും നമ്മുടെ ഡോം ചേട്ടനും ഇറങ്ങുവാണ്. ഇത്രയും നേരം കരയുമായിരുന്നു. ഞാൻ നോക്കുമ്പോ എന്തോ അണ്ണനെ പോലെ അവിടെ ഇരിക്കുന്നു. ചേട്ടാ ഇവിടെ എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളിക്കും. ഞാൻ തിരിച്ചു വരുമ്പോ എല്ലാവരും ഓ അല്ലേ, അത് മനഃപൂർവ്വം മേടിക്കരുത്. പൊട്ട സാധനം ഒന്നും മേടിക്കാറില്ല. പറയില്ലേ, ഒരു പ്രാവശ്യം കാണേ പോയെന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇക്ക എങ്ങോട്ടാ പോയ, എന്തിനാ പോയെന്നൊക്കെ. അതൊക്കെ വെയിറ്റ് ആൻഡ് സീ, സൂണാണ് ഗൈസ്, അതൊക്കെ വരും ഗൈസ്. അപ്പൊ ഇനി എന്തായാലും ചിന്നുവിന്റെ ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് ചെന്ന് കണ്ടിട്ടോ ഗൈസ്. നമ്മള് ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാസ്കോയ്ക്ക് ഒരു ഡൗട്ട്. എന്താ വാസ്കോ? ആണല്ലേ? ബാഗ് ഒന്ന് തുറക്കോ, എന്റെ രണ്ട് സാധനങ്ങൾ വെക്കാനാണെന്ന്. എന്തൊരു മനുഷ്യനാണോ താൻ? ആണല്ലേ? ഓ, എയർ ബാഗ് താങ്ങുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്.
അത് വണ്ടിക്കകത്തിരുന്നോട്ടെ. കേട്ടോ മാസ്കോ, മോന് വിശക്കുന്നുണ്ടോ? ഗൈസ് അങ്ങനെ കുറെ കടകൾ കയറി ഞങ്ങൾ അങ്ങനെ ഒടുവിൽ ഒരു ഷൂ സെലക്ട് ചെയ്തു. ഇതാണ് ഷൂ, നൈക്കിന്റെ ഒരു സാധനം. ഭാസ്കോ, നീ എന്തിനു തപ്പുന്നേ? ആണല്ലേ, സർപ്രൈസ് ആയിട്ട് ഇപ്പോഴും പറഞ്ഞ് ചോദിച്ചിട്ട് തീരുമാനിച്ചിട്ട് നീ കൊടുത്തിട്ട് വാ. ഞാൻ അപ്പൊ പോവാ, എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും ഇക്ക ബില്ല് പേ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് അവിടെ ചെന്ന് അവളെ സർപ്രൈസ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്ന സർപ്രൈസ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ എന്തിനാ പോണത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. കണ്ടോളൂ ഞാൻ ഇവിടെ വെക്കുന്നത്. നിന്നെ പോലെ ഒരാളവിടെ കണ്ട, അതുകൊണ്ടാണ് സൂം ചെയ്തേ. ഏകദേശം ഒരു 5 മണി തൊട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് ആയിരുന്നു. എത്ര ഫോട്ടോ എടുത്ത്? സ്റ്റോറേജ് ഫുൾ ആക്കിയോ? ഇല്ലേ, അങ്ങോട്ട് വിടുന്നു. നമ്മളവരെന്ന് പറഞ്ഞപ്പോ അത്ര താല്പര്യം ഇല്ലായിരുന്നു. നമ്മളെ നിർബന്ധിച്ച് CSLR പുതിയ കമ്പനി കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേ? നൈക്ക് സത്യം. അടുത്തുള്ള കടയിലെ ആള് മാർക്കറ്റ് ചെയ്ത് തന്നൊരു സോക്സ് കൂടെ ഉണ്ട്. നനഞ്ഞാല് സ്മെല്ല് വരൂല, ചാലക്കുടി ഉള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. കടയിലെ പയ്യൻ പറയാ നനഞ്ഞാൽ സ്മെല്ല് വരൂല. അപ്പൊ ഇനി അപ്പൊ അത് നനയ്ക്കത്തില്ലല്ലോ, കഴുകിയില്ലെങ്കിൽ സ്മെല്ല് വരുമെന്ന്. അപ്പൊ ഇനിയിപ്പോ നമ്മളത് പോട്ടാ, നമുക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? അല്ല നമുക്ക് വന്നിട്ട് കല്യാണത്തിന് ഉള്ളേ. ബർത്ത്ഡേ ഇതെന്ത് പൊതിഞ്ഞ് ഇങ്ങോട്ട് എടുത്താ? ഒരാള് പോയണ്ടാക്കായി. അതല്ല, അമ്മ കവറും പൊതി സ്നാക്സും പൊതി എടുത്തതും ലൈറ്റ് വന്നു. ലൈറ്റും വന്ന് ഒരുത്തൻ അങ്ങോട്ട് ചെല്ലുകയും ചെയ്ത്. അവിടെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി വേണ്ടേ? നീ തിന്നണ്ട. ചപ്പ് പൊട്ടിക്കണ്ടായിരുന്നല്ലോ. നമുക്കൊന്നും വേണ്ട, നമ്മള് പിന്നെ ചിന്നുവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മള് പിന്നെ നമ്മളിത് കഴിക്കാൻ പാടില്ലാത്ത നമ്മള് വരുന്നെന്ന് പറഞ്ഞപ്പോ ഒരു കല്യാണം പോലും നമ്മൾ അവഗണിക്കുക. അതെ, അമ്മയടുത്ത് നമ്മള് പ്രതീക്ഷിച്ചില്ല. കേക്കും ചിഹ്നവും കാണിക്കാം, അമ്മ കാണിക്കാൻ നടക്കാന്ന് എനിക്ക് എന്നിട്ട് ഭയങ്കര കല്യാണത്തിന് നാളെ എന്റെ ഡാൻസ് കണ്ടാ വീഡിയോ കുടുംബം ഡാൻസ് കളിക്കും, മമ്മി കളിക്കും, ബായി കളിക്കും, ചിന്നു കളിക്കും. രണ്ടെണ്ണം എടുത്ത് പോക്കറ്റിൽ ഒരെണ്ണം എടുത്ത് വായിൽ വിട്ടല്ല. ചുമ്മാ കള്ളത്തരം പറയല്ലേ കാസ്കോ? നിന്റെ പോക്കറ്റ് ചെക്കിയതേ. ആ തിരിച്ചിട്ടല്ലേ നീ അതിനു മുമ്പേ? അമ്മ വേറെ ഒന്നുമില്ല, കവറില് പെട്രോൾ ഉണ്ട് ഊറ്റിക്കുടിയുടെ. അപ്പൊ ജിന്നു ടാറ്റ, ബൈ ബൈ, കഥം ഹോ ജാത്തെ ഹേ ടാറ്റ. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ പോവാ, ടാറ്റ. ശരി എന്നാ ഞാൻ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ചിന്നുവിനെ കൊണ്ടുപോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. ഏതോ നല്ല കല്യാണത്തിന് വിളിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് ചിന്നു പോയി വിട്ട്. അപ്പൊ എന്തായാലും വിഷമമുണ്ട്. അതെ, അപ്പൊ എന്തായാലും നമ്മൾ കഴിക്കാൻ കയറി നമ്മൾ കയറി കഴിച്ചു. ടെൻഡർ ബട്ടർ സ്കോച്ച് അത് ബ്രാൻഡാണ്. ശരി, നമുക്ക് ഓർഡർ ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മുടെ സിങ്കും അതേപോലെ തന്നെ സ്നാക്സ് ഒക്കെ വന്ന്. കൊമ്പാച്ചിന് ഇതിന്റെ മെയിൻ പ്രത്യേകത സസ്പെൻസ് ആക്കി വെച്ചെന്തോന്നറിയോ? തുറന്നേ പിസ്താ ഷേക്കും ഉള്ളിവടയും. കണ്ടുപിടിച്ചേ. അയ്യോ, നല്ല കോമ്പ. എന്നെ കുറ്റം പറയുന്നവനാ. പലരുടെയും ഫുഡ് എല്ലാവരും ആമിക്ക് ഷെയർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആമി അനുഭവിക്കുന്നു.
ഞാൻ നോക്കുമ്പോ ഒരു കൈ ഇങ്ങനെ ഇരുന്ന് തിന്നു ഉള്ളിവടെ ചോദിച്ചിട്ടാണ് സ്റ്റാർബക്സിൽ പോയാൽ ഇത് ചോദിക്കും. അതെ പൊറോട്ടയും സാമ്പാറും വേറെ ഒരു ഫാൻ ബേസ് ഉണ്ടോ? ആണല്ലേ. എടാ, അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. മുട്ട പപ്സ് ചായ, മുട്ട പപ്സ് ലൈം ജ്യൂസ്. പക്ഷെ മുട്ട പപ്സും പിസ്ത ഷേക്കും ഇനി വല്ല ഉണ്ടാവും അല്ലേ? ഇടുക്കിയിൽ ഇങ്ങനത്തെ കോമ്പോസ് ആണ് ഇടുക്കിക്കാര് പ്രതികരിച്ചോ? കാരണം ഇവിടെ ഫോണും സിമ്മും ഈ ഇടയ്ക്ക് ഒരു ചെറുക്കൻ വന്ന് പ്രതികരിച്ച് ഞാൻ അവന്റെ ഇത് നോക്കി പോയി. നമ്മള് പരസ്പരം കൊണ്ട് കളിയാക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇടുക്കിക്കാർ ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയപ്പോ നിക്കറൊക്കെ ഇട്ട് കണ്ണാടി കമന്റ് ഇട്ടാ അവൻ 2 ദിവസം മുമ്പ് ഇട്ടതായിരിക്കും കമന്റ്. റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടേ അമ്മ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മള് സർപ്രൈസ് കൊടുത്ത എന്തായാലും ഈ അടുത്ത റീസെന്റ് ബർത്ത്ഡേക്ക് വേറെ ആർക്കും അങ്ങനെ സർപ്രൈസ് കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മള് November 23 എന്റെ സർപ്രൈസ് അത് തരാം. നമ്മൾ മറന്നുപോയി. ഇവിടെ താഴെ ലൈക്ക് ബട്ടൺ കാണും. അതിൽ ലൈക്ക് അടിച്ചിട്ട് കമന്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.